നമസ്കാരം, എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അക്ഷയ തൃതീയയുടെ പ്രാധാന്യവും അന്നേ ദിവസം ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ അത് കണ്ടില്ലെങ്കിൽ ദയവായി ചാനലിൽ കയറി അത് കാണുക. ഇന്നത്തെ വിഷയം വ്യാഴമാറ്റത്തിനുള്ള ചില പരിഹാരങ്ങളാണ്. വ്യാഴമാറ്റം ചില നക്ഷത്രങ്ങൾക്ക് വളരെ പ്രതികൂലമാണ്. വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നതെന്നതിനാൽ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ, ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ, മിഥുനക്കൂറിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ, ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ, തുലാക്കൂറിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ, ധനക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ, കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ എന്നിവർക്കാണ് ഇത്തവണയുള്ള വ്യാഴമാറ്റം പ്രതികൂലമായത്. എന്നാൽ ഈ വിഷയത്തിൽ ഭയക്കേണ്ട യാതൊരാവശ്യവുമില്ല. കാരണം എന്തെന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള പുതിയ വീഡിയോയിൽ വിശദമായി പറയുന്നതായിരിക്കും. അക്ഷയ തൃതീയ ദിവസം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇനി വരുന്ന ഒരു വർഷക്കാലത്തെ വ്യാഴദോഷത്തിനുള്ള പരിഹാരം തീർച്ചയായും ലഭിക്കുമെന്നതിനാൽ ഈ നക്ഷത്രക്കാർ ഒട്ടും തന്നെ പരിഭ്രമിക്കേണ്ടതില്ല. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ഒരിക്കലും നശിക്കാതെ നിലനിൽക്കും. അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടതോ മഹാവിഷ്ണുവിനെയും. വ്യാഴദോഷ പരിഹാരത്തിനായി നാം ആശ്രയിക്കേണ്ടതും സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെയാണ്. അപ്പോൾ അന്നേ ദിവസം വിഷ്ണു പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തേക്കുള്ള വ്യാഴദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായും രക്ഷ നേടാം. മുകളിൽ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അക്ഷയ തൃതീയ ദിവസം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം 108, 336, 1008 എന്നിങ്ങനെ കഴിയുന്നത്ര ജപിച്ച് വ്യാഴദോഷ ശമനത്തിനായി പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം, വിഷ്ണു സഹസ്രനാമാർച്ചന, പുരുഷ സൂക്താർച്ചന എന്നിവ നടത്തുക. മഹാവിഷ്ണുവിന് ശുദ്ധമായ തുളസി ഇലകളോ തുളസിമാലയോ സമർപ്പിക്കുക. ഭാഗവതം, വിഷ്ണു പുരാണം, നാരായണീയം മുതലായ വൈഷ്ണവ പ്രധാനമായ പുരാണങ്ങളും കൃതികളും പാരായണം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം.